ഒരു പരിഹാരം കണ്ടേ പറ്റൂ മക്കളെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരെയും ഒരു കാര്യം മോശമായിട്ട് പറയുന്നതല്ല. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മഹാദേവികാട് മേജർ വലിയകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തി വരാറുള്ള ഭക്തജനങ്ങളുടെയും 13 കരക്കാരുടെ തേരുകളിൽ ഏറ്റവും അമ്മയ്ക്ക് പ്രാധാന്യവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട തേരുമാണ് നമ്മുടെ പുതുക്കുണ്ടം തേര്. നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് പുതുക്കുണ്ടം തേര് കടന്നു വരുന്നത് പാപ്പാടിച്ചാലിലൂടെയാണ് കാലാകാലങ്ങളിൽ കടന്നു വരുന്നത്. അപ്പം ഇത്തവണ നമ്മുടെ പുതുക്കുണ്ടം തേര് ചേർനകത്ത് താഴ്ന്ന പോയ സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ അറിയാൻ സാധിച്ചത്. കാര്യം ഇവിടെ നമ്മുടെ ആൽ സന്നിധാനത്തുനിന്ന് പാപ്പാടിച്ചാലിലേക്ക് വരുന്ന റോഡ് ഒരു 400-ഓളം മീറ്റർ ഇവിടെ നികത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഒരു 300 മീറ്ററും കൂടി ഒന്ന് നികത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നമ്മുടെ അശ്വതി അമ്മയുടെ തിരുനാളായിട്ട് അശ്വതി നാളിലുള്ള ദീപാരാധനയ്ക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ പുതുക്കുണ്ടം തേരിനെ അവിടെ എത്തിക്കുവാനും ഭക്തജനങ്ങൾ സായൂജരാകാൻ സാധിക്കും എന്നാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത്. അപ്പം ഇവിടുത്തെ സ്ഥല MLAയും നമ്മുടെ MP-മാരും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉപദേശ സമിതിയും ഇവിടുത്തെ 13 കരയിലെ എല്ലാ കെട്ടുകാഴ്ച സമിതികളിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും കൂടി ഒരു സംയുക്തമായിട്ടുള്ള ഒരു കമ്മിറ്റി കൂടിക്കൊണ്ട് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി MLAയ്ക്കും MP-ക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും നൽകിക്കൊണ്ട് അടുത്ത കാലങ്ങളിൽ ഇതിന് കൃത്യമായിട്ടൊരു പരിഹാരം കാണണം. അതിനുവേണ്ടിയാണ് ഒരു ഭക്തൻ നിലയിലും ഒരു നാട്ടുകാരൻ നിലയിലും ഈ ഒരു സാഹചര്യം ശരിക്കും ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലതവണയായിട്ട് ഒരുപാട് തേരുകൾ, ഇപ്പോൾ ഇരിക്കാവ് തേരിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് സുഗമമായ രീതിയിൽ തന്നെ അത് കയറി ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പുതുക്കുണ്ടം തേര് കാണാതിരുന്നപ്പോഴാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞു ഇതുപോലെ നമ്മുടെ അവിടെ ചെളിയിൽ താഴ്ന്നിരിക്കുകയാണ്, 2 തവണ എൻ്റെ റോപ്പ് പോലെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന അധികാരികൾ കൃത്യമായിട്ട് ഇതിനു വേണ്ട പരിഹാരം കാണണമെന്നും ഈ തേരിനെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തേരായ പുതുക്കുണ്ടം തേരിനെ അമ്മയുടെ തിരുനടയിൽ എത്തിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഇണക്കി കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ചാനലിന് വേണ്ടി നമ്മൾ പറയുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഭക്തജനങ്ങളും എല്ലാവരും ഒരു മനസ്സോടെ നിന്നുകൊണ്ട് ഈ തേരിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഒരു 300 മീറ്ററെങ്കിലും നികത്താന്നുണ്ടെങ്കിൽ അടുത്ത കാലങ്ങളിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് കണ്ട നമുക്ക് ആ റോഡ് ഇത്രയും വീതിയിൽ നമുക്ക് റോഡ് കണ്ട JCB കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ അത്രയും വീതിയിൽ നിന്നും സൈഡിലോട്ട് ഇവിടെ ഇവിടെ മരിപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടുന്ന് പെരച്ചളിയുണ്ട്. പെരച്ചളി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിലേക്ക് ചാഞ്ഞ് പോയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അധികാരിയിൽ എത്തിക്കുന്നത് വരെ നമുക്കിത്